എളമരം കരീം ആകെ ഷൈൻ ചെയ്തു നിൽക്കുകയായിരുന്നു. ആശമാരുടെ സമരം തുടങ്ങിയ സമയം മുതൽ ആശമാരെ അപമാനിക്കാനും അവഹേളിക്കാനും അദ്ദേഹം തന്റെ നാവ് ഉയർത്തിയത് പല കുറിയാണ്. എന്തായാലും ഇപ്പോഴൊക്കെ ദൈവം അപ്പപ്പോൾ എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോഴൊക്കെ ദൈവം അപ്പപ്പോൾ. ഭൂമി തട്ടിപ്പ് കേസിൽ CPM നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ എളമരം കരീമിന് അറസ്റ്റ് വാറണ്ട്. കാരശ്ശേരിയിലെ മുക്കം ക്രഷർ ആൻഡ് ഗ്രാനൈറ്റുമായി ബന്ധപ്പെട്ട കേസിലാണ് വാറണ്ട്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ ഹാജരാകാൻ എളമരം കരീം തയ്യാറായില്ല. തുടർന്നാണ് താമരശ്ശേരി കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത്. കേസിൽ രണ്ടാം പ്രതിയാണ് CPM നേതാവ്. തങ്ങളുടെ കൂലി കൂട്ടിത്തരണം, ന്യായമായ ഒരു അവകാശത്തിന് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട സ്ത്രീകൾ വെയിലും മഴയും ഒക്കെ കൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടങ്ങിയത്. ആ സമരത്തിനെ അവഹേളിക്കാൻ അദ്ദേഹം മാത്രമായിരിക്കും ഇത്രയും മോശമായ രീതിയിൽ ആശാവർക്കർമാരെ അവഹേളിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഒരാളെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പാഠം. എന്നാൽ CPM നേതാവിന് അതൊന്നും ബാധകമായിരുന്നില്ല. അദ്ദേഹം നിരവധി തവണ ആ പാവപ്പെട്ട സ്ത്രീകളെ അപമാനിക്കാൻ തന്റെ നാവ് ഉയർത്തി എന്നതാണ്. എന്തായാലും സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ കടുത്ത പരിഹാസമാണ് പലകുറി CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉയർത്തിയത്. സമരം നടത്തുന്നത് ഏതോ ഒരു ഈർക്കിൽ സംഘടനയാണെന്നും മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ സമരം ചെയ്യുന്നവർക്ക് ഹരമായി എന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. തൊഴിലാളി സംഘടനയായ CITUവിന്റെ നേതാവ് കൂടിയാണ് കരീം എന്ന് ഓർക്കണം. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന സമരമാണതെന്നും ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ അത്തരം ഒരു സമരത്തിലേക്ക് പോകാറില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവരെന്തോ ചെയ്യുന്നു, അതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ കണക്കെടുപ്പുകൾ, സർവേകൾ ഇതൊക്കെ തടസ്സപ്പെടുത്തുന്നു. ഇതൊക്കെ കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് എന്നിങ്ങനെ പല രീതിയിലായിരുന്നു എളമരം കരീം തന്റെ രോഷം ആ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് നേരെ ഉയർത്തിയത്. എന്നാൽ അത്തരത്തിൽ ഉയർത്തുന്ന ഒരു വ്യക്തി തന്റെ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ കുറ്റം പറയുന്നതിനോടൊപ്പം തന്നെ താൻ 100% കറപ്റ്റഡ് ആണ് എന്ന് തന്നെ ഉള്ളത് മറച്ചു വെക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാർ പൊമ്പിള ഒരുമേ നടത്തിയ സമരത്തിന്റെ തനി ആവർത്തനമാണ്. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് സമരം ആരംഭിച്ചത് എന്നൊക്കെയാണ് അദ്ദേഹം ലേഖനത്തിൽ എഴുതിയത്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റിലാക്കുന്ന സംഭവം നടക്കുന്നത് 2009 ക്രഷർ നടത്താൻ എന്ന പേരിൽ എളമരം കരീമിന്റെ ബന്ധുവായ നൌഷാദ് സ്ഥലം ലീസിനെടുക്കുകയും പിന്നീട് സ്ഥലം സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് നികുതി അടച്ച് നൌഷാദ് കൈക്കലാക്കിയെന്നുമാണ് പരാതി. എളമരം കരീമാണ് അതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് എന്നാണ് വിവരങ്ങൾ. സ്ഥലം നൌഷാദ് കൈക്കലാക്കിയെന്നും ക്വാറി തുടങ്ങുകയോ പണം നൽകുകയോ ചെയ്തില്ല എന്നും പരാതിക്കാർ പറയുന്നു. 2013 മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഭൂമി നഷ്ടപ്പെട്ടവർ പരാതി നൽകുകയും 2015 ക്രൈംബ്രാഞ്ച് പരാതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കേസ് എഴുതിത്തള്ളാൻ ക്രൈംബ്രാഞ്ച് തീരുമാനമെടുത്തതോടെ ഉന്നത ബന്ധം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച് ഭൂമി നഷ്ടപ്പെട്ടവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. 5 തവണ ആവശ്യപ്പെട്ടിട്ടും എളമരം കരീം ഹാജരായില്ല. തുടർന്നാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. എന്തായാലും എളമരം കരീം കേൾക്കാൻ ഒരു കാര്യം പറയാം. അവരൊന്നും ഈ ആശാവർക്കർമാർ അവരിന്ന് 54-ാമത്തെയോ 55-ാമത്തെയോ ദിവസമാണ് അവരവിടെ സമരം കിടക്കുന്നത്. അവരുടെ വയറ് നിറയ്ക്കാനുള്ള, അവരുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരടക്കാനുള്ള, അവരുടെ വിശപ്പടക്കാനുള്ള നിസാര തുകയാണ്. ആ തുകയ്ക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ സമരം ചെയ്തത്. അല്ലാതെ ഇതുപോലെ മനുഷ്യരെ പറ്റിച്ച് എന്തെങ്കിലും നേടിയെടുത്തിട്ട് ഒളിച്ചിരിക്കാനോ ഒന്നുമല്ല അവർ മുന്നോട്ട് വന്നത്. എന്തായാലും ആ സാധു സ്ത്രീകളെ അപമാനിച്ചത് തെറ്റായി പോയി എന്ന് എളമരം കരീം ഇപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടാവണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.